നമസ്തേ. വിഷുക്കാലം എത്തിയാൽ വിഷുക്കണിയും കണിക്കൊന്നയും പോലെ തന്നെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് വിഷു കൈനീട്ടം. മേടം രാശിയിലേക്ക് സൂര്യൻ സംക്രമിക്കുന്ന ദിവസമാണ് വിഷു ആഘോഷിക്കുന്നത്. അന്നേ ദിവസം പ്രകൃതി തരുന്ന സമ്പൽ സമൃദ്ധി മുഴുവൻ ഓട്ടുരുളിയിലാക്കി നമ്മെ കണി കാണിക്കുന്ന മുതിർന്നവർ പിന്നെ ചെയ്യുന്നത് ഇളമുറക്കാരെയെല്ലാം വിളിച്ചു വരുത്തി കൈനീട്ടം നൽകലാണ്. പ്രകൃതിയുടെ സമ്പൽ സമൃദ്ധി മുഴുവൻ സ്വയം അനുഭവിച്ചു തീർക്കാനുള്ളതല്ല, അത് വരും തലമുറയ്ക്ക് കൂടി പങ്കുവയ്ക്കാനുള്ളതാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് വിഷു കൈനീട്ടത്തിലൂടെ. മുതിർന്നവർ കുട്ടികൾക്കും പ്രായം കുറഞ്ഞവർക്കും നൽകുന്ന ചെറിയ തുക നാണയ രൂപത്തിലോ കറൻസി നോട്ടുകളിലോ നൽകുന്ന ഈ സമ്പ്രദായം വെറും ഒരു സാമ്പത്തിക സഹായം എന്നതിലുപരിയായി നിരവധി ഗുണങ്ങളുള്ള ഒരു ആചാരമാണ്. ഈ വിഷുവിന് നിങ്ങളുടെ കൈനീട്ടം വെറും സമ്മാനമല്ല, അത് സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പ്രതീകം കൂടിയാണ് എന്ന് തിരിച്ചറിയുക. വിഷു കൈനീട്ടം നൽകുന്നതിലൂടെയും സ്വീകരിക്കുന്നതിലൂടെയും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം കൂടുതൽ ദൃഢമാവുന്നു. മുതിർന്നവരുടെ അനുഗ്രഹവും വാത്സല്യവും കുട്ടികളിലേക്ക് പകരുന്ന ഒരു മനോഹരമായ ചടങ്ങായി ഇത് മാറുന്നു. തലമുറകൾ തമ്മിലുള്ള ആശയവിനിമയത്തിനും സ്നേഹബന്ധം നിലനിർത്തുന്നതിനും ഈ ആചാരം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പണം എന്നതിലുപരി ഈ സമ്മാനം നൽകുന്ന വ്യക്തിയുടെ കരുതലും സ്നേഹവുമാണ് ഇവിടെ വിലമതിക്കപ്പെടുന്നത്. കൈനീട്ടം ലഭിക്കുന്നവർക്കെല്ലാം ഐശ്വര്യമുണ്ടാവുകയും നൽകുന്നവന് ഐശ്വര്യം വർദ്ധിച്ച് ഇനിയും നൽകാനാകുമെന്നാണ് വിശ്വാസം. കിട്ടുന്ന കൈനീട്ടം ഒരു വർഷം മുഴുവൻ ലഭിക്കാൻ പോകുന്ന നീട്ടങ്ങളുടെ സൂചനയാണെന്നും വിശ്വാസമുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഗൃഹാതുരത്വം നിറയ്ക്കുന്ന ഈ സമ്പ്രദായം കാലങ്ങളായി നമ്മൾ പിന്തുടരുന്നതാണ്. കണി കണ്ടതിനു ശേഷം കാരണവന്മാർ നൽകുന്ന സമ്മാനമാണ് വിഷു കൈനീട്ടം. വർഷത്തെ സമൃദ്ധിയുടെ സൂചകമായി ഇതിനെ കാണുന്നവരുമുണ്ട്. കൂട്ടുകുടുംബ വ്യവസ്ഥിതിക്ക് നിലനിന്നിരുന്ന കാലത്ത് സ്വത്തിന്റെ ചെറിയൊരു പങ്ക് കുടുംബത്തിലെ എല്ലാവർക്കുമായി വീതിച്ചു നൽകുന്നു എന്നതിന്റെ പ്രതീകമാണ് വിഷു കൈനീട്ടം എന്നും വാദമുണ്ട്. ഇന്നത്തെ കാലത്ത് മുത്തച്ഛനോ അച്ഛനോ അമ്മാവനോ വീട്ടിലെ മുതിർന്നവരോ ആണ് കൈനീട്ടം നൽകുക. വിഷു കൈനീട്ടം കൊടുക്കുന്നയാൾ കണിക്കൊന്നയും നാണയവും ചേർത്ത് വലതു കൈയിൽ വെച്ച് കൊടുക്കണം. മറ്റുള്ളവർക്ക് അനുഗ്രഹം നൽകുന്ന പുണ്യ നിമിഷമാണിത്. കൊടുക്കുന്നയാളുടെ കൈ ഉയർന്നും വാങ്ങുന്നവന്റെ കൈ താഴ്ന്നുമിരിക്കണം. വാങ്ങുന്നവർക്ക് അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്ന് ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു വേണം നൽകാൻ. നമിച്ച് നന്ദിപൂർവ്വം കൈനീട്ടം സ്വീകരിക്കുക. ധനം മഹാലക്ഷ്മിയാണ്. ഭഗവാന്റെ കടാക്ഷമുണ്ടെങ്കിൽ മാത്രമേ ലക്ഷ്മിയായ ധനം നമ്മുടെ കൂടെ നിൽക്കുകയുള്ളൂ. കണി ഉരുളിയിലെ നെല്ലും അരിയും കൊന്നപ്പൂവും സ്വർണവും ചേർത്ത് വിഷു കൈനീട്ടം നൽകണമെന്നാണ് പഴമക്കാർ പറയുന്നത്. നാണയം കൈനീട്ടമായി നൽകുന്നതാണ് പതിവ്. ഇപ്പോൾ സൗകര്യത്തിന് നോട്ടുകളും നൽകാറുണ്ട്. കയ്യിൽ കിട്ടിയ നാണയമെടുത്ത് സ്വർണവും ധാന്യവും തിരിച്ചു വയ്ക്കും. കൊന്നപ്പൂ കണ്ണോട് ചേർത്ത് തലയിൽ ചൂടും. വർഷം മുഴുവൻ സമ്പൽ സമൃദ്ധി ഐശ്വര്യം എന്നിവ ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ടാണ് കൈനീട്ടം നൽകുന്നത്. ധനത്തിന്റെ അതിദേവതയായ മഹാലക്ഷ്മിയുടെ ഐശ്വര്യം വർഷം മുഴുവൻ ലഭിക്കണമെന്ന പ്രാർത്ഥനയാണ് കൈനീട്ടം നൽകുന്നവരും വാങ്ങുന്നവരും മനസ്സിൽ ഉൾക്കൊണ്ടേണ്ടത്. പ്രായം കുറഞ്ഞവർ മുതിർന്നവർക്ക് കൈനീട്ടം നൽകാമോ എന്ന ചോദ്യവും നിലനിൽക്കുന്നുണ്ട്. പ്രഹ്ലാദൻ, ധ്രുവൻ, ശ്രീമുരുകൻ ഇവരെല്ലാം പ്രായമവർക്ക് ഉപദേശം നൽകിയവരാണ്. അതുകൊണ്ട് പ്രായം പ്രശ്നമേയല്ല, ആർക്കും കൈനീട്ടം കൊടുക്കാം. സമ്പത്ത് എന്നാൽ പ്രകൃതിയാണെന്നും അത് വരും തലമുറയ്ക്ക് കൈമാറാനുള്ളതാണെന്നും എത്ര സുന്ദരമായാണ് വിഷുക്കണിയിലൂടെയും വിഷു കൈനീട്ടത്തിലൂടെയും പഴമക്കാർ നമുക്ക് കാണിച്ചു തരുന്നത്. ഓരോ വിഷുവും നമ്മെ ഓർമ്മിപ്പിക്കുന്നതും പ്രകൃതിയോടും തലമുറകളോടുമുള്ള കടപ്പാട് തന്നെ. പ്രകൃതി നൽകുന്ന വലമൂലാദികൾ തന്നെയാണ് നമ്മുടെ യഥാർത്ഥ സമ്പത്ത് എന്ന് വ്യക്തമാക്കുകയാണ് വിഷുക്കണിയും കൈനീട്ടവും ഒക്കെ. വിഷു കൈനീട്ടം ഒരു പാരമ്പര്യമാണ്. ഈ ആചാരം അനുഷ്ഠിക്കുന്നതിലൂടെ നമ്മൾ നമ്മുടെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും അടുത്ത തലമുറകളിലേക്ക് കൈമാറുകയാണ്. കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ ഇത്തരം ആചാരങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുകയും അത് പിന്തുടരാൻ പഠിക്കുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ സംസ്കാരത്തിന്റെയും തനിമയും അതുല്യതയും കാത്തു സൂക്ഷിക്കാൻ സഹായിക്കുന്നു. നല്ല നാളേക്കുള്ള പ്രാർത്ഥന വിഷു കൈനീട്ടം വരും വർഷവും ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞതായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് നൽകുന്നത്. ഇത് ഒരു ശുഭ സൂചനയായി കണക്കാക്കപ്പെടുന്നു. ഈ സമ്മാനം സ്വീകരിക്കുന്ന വ്യക്തിക്ക് അത് പുതിയ തുടക്കങ്ങൾക്കും നല്ല കാര്യങ്ങൾക്കും പ്രചോദനമായേക്കാം. ഇത് മനസ്സിൽ ഒരു നല്ല ചിന്തയും പ്രത്യാശയും നിറയ്ക്കുന്നു. കൊടുക്കുന്നതിലും കിട്ടുന്നതിലും ആനന്ദം വിഷു കൈനീട്ടം നൽകുന്നതിലൂടെയും സ്വീകരിക്കുന്നതിലൂടെയും ഒരു പ്രത്യേക സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു. മറ്റൊരാൾക്ക് സന്തോഷം നൽകുന്നതിനുള്ള സംതൃപ്തിയും സ്നേഹത്തോടെ ഒരു സമ്മാനം ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും വിലമതിക്കാനാവാത്തതാണ്. ഇത് മാനസികമായ സന്തോഷത്തിനും നല്ല ബന്ധങ്ങൾക്കും സഹായിക്കുന്നു. അതുകൊണ്ട് ഈ വിഷുവിന് വെറും ഒരു നാണയത്തുട്ടായി മാത്രം വിഷു കൈനീട്ടത്തെ കാണാതെ അതിൽ അടങ്ങിയിരിക്കുന്ന സ്നേഹവും വാത്സല്യവും പാരമ്പര്യത്തിന്റെ മഹത്വവും ഐശ്വര്യത്തിന്റെ പ്രതീകവും തിരിച്ചറിയുക. ഏവർക്കും നല്ലൊരു വിഷുക്കാലം ആശംസിക്കുന്നു.